ഹലോ ഗൈസ്, വെൽക്കം ടു അബി ബ്ലോഗ്സ്. ഇപ്പോൾ നമ്മൾ കുറച്ച് കാലമായി വീഡിയോ ഇട്ടിട്ട്, കാലമല്ല കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട്, കുറച്ച് തിരക്കും പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു റിവ്യൂ അങ്ങ് ചെയ്തേക്കാം. ആക്ച്വലി ഞാൻ ഈ റിവ്യൂ അതായത് ഈ സിനിമ കണ്ടിട്ട് 2 ദിവസമായി. ഞാൻ ഞായറാഴ്ചയാണ് കണ്ടത്, ഇന്ന് ചൊവ്വാഴ്ച. 2 ദിവസം കഴിഞ്ഞ്. ഇവിടെ ഞാൻ സാധാരണ സിനിമ കണ്ട് അന്ന് തന്നെ റിവ്യൂ ഇടുന്നതാണ്. അന്ന് ഞായറാഴ്ച കുറച്ച് തിരക്കായിപ്പോയി, പിന്നെ തിങ്കളാഴ്ചയും കുറച്ച് ബിസി. സോ ഇന്ന് കുറച്ച് നേരത്തെ ചെയ്ത് എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഒരു 7 മണി സംതിങ് കഴിഞ്ഞ്. ഓക്കെ, അപ്പം ഞാൻ ഈ സിനിമ കാണാൻ പോയത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 2 പേരുമായിട്ടാണ്. അതായത് അല്ലമീനും അല്ലാരിഫും. അവർ ബ്രദേഴ്സാണ്. അവരോടെയാണ് ഞാൻ സിനിമയ്ക്ക് പോയത്. അവർ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ സിനിമയ്ക്ക് പോകില്ലായിരുന്നു. കാരണം എനിക്ക് അത്ര ഒരു ഉറപ്പില്ലായിരുന്നു ആ സിനിമയ്ക്ക് പോവോ ഇല്ല എന്നുള്ളത്. അപ്പം അവരും കൂടെ ഉള്ളതുകൊണ്ട് സിനിമയ്ക്ക് പോയി. ഓക്കെ, അതുകഴിഞ്ഞിട്ട് സിനിമ നൈസ് പടം. അതായത് ഞാൻ ഒരു ഐ തിങ്ക് ഒരു 2 മണിക്കൂർ 35 മിനിറ്റാണ് ഈ സിനിമ ഉള്ളത്. ആക്ച്വലി നല്ല എൻ്റർടൈനിങ് ആയിട്ട്, അത്രയും സമയം നല്ല എൻ്റർടൈനിങ് ആയിട്ട്, നല്ല കിടിലമായിട്ട് പോയി. ആൻഡ് ബേസിൽ ജോസഫ് ആൻഡ് ടൊവിനോ രണ്ടുപേരും നല്ല കിടിലം ക്യാരക്ടേഴ്സ്, അവരുടെ റോളൊക്കെ നല്ല അടിപൊളിയായിട്ട്. ഞാനും ഈ സിനിമയുടെ ട്രെയിലർ വന്നപ്പോൾ വിചാരിച്ചു, അതായത് ബേസിലിനെ പോലെയുള്ള ഒരാള് ടൊവിനെ പോലെയുള്ള ഒരാളെ വെച്ചാൽ ബേസിൽ നായകനും ടൊവിനെ വില്ലനുമാണ്. അപ്പോഴ് അതെങ്ങനെ കണക്ട് ആകും? കാരണം നമ്മൾ ടൊവിനെ കണ്ടിട്ടുണ്ട്, അത്യാവശ്യം നല്ല മസിലൊക്കെ ഉള്ള ഒരാള്, ബേസിൽ കുറച്ച് മെലിഞ്ഞ് ആ ഒരു ടൈപ്പിലുള്ള ഒരാൾ. എനിക്ക് നല്ല ഡൗട്ടായിരുന്നു ഇത് എങ്ങനെ അത് ഒരു ലോജിക് മിസ്റ്റേക്ക് പോലെ പരിപാടി ഉണ്ടാവത്തില്ല എന്നുള്ളൊരു. ബട്ട് അത് അവർ കറക്റ്റായിട്ട് കൺവിൻസ് ചെയ്യിപ്പിച്ച് ആ സിനിമ കൊണ്ടുപോയി. ആൻഡ് രണ്ടുപേരും ക്യാരക്ടേഴ്സ് പൊളിയാണ്, പ്രത്യേകിച്ച് ടൊവിനോരെ. പക്ഷെ ടൊവിനോരെ ലുക്ക്, എനിക്ക് ആ ടീസറിൽ വന്ന ലുക്കാണ് എനിക്ക് കുറച്ചും കൂടെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. ആൻഡ് ഇത് സിനിമ എന്ന് പറയുന്ന ഒരു കോളേജ് വൈബ് പടം. അവിടെ ഉണ്ടാകുന്ന അതായത് ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ആ ഇൻസിഡന്റ് തിരുത്താൻ പറഞ്ഞ ഒരു നായകൻ, ആ തിരുത്താൻ വരുന്ന ആ നായകനുണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ. അതായത് നമ്മൾ ഞാൻ ഏതോ ഒരാളുടെ ഒരു റിവ്യൂല് കണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ കോളേജ് ടൈമിൽ സംഭവിക്കും എന്നുള്ളത്. സംഭവിക്കും കാരണം ഇങ്ങനെ സംഭവിച്ച അതിലൊരു മെയിൻ ഇൻസിഡന്റ് ഉണ്ട്. അത് ആക്ച്വലി ട്രിവാൻഡ്രത്ത് സംഭവിച്ചൊരു ഇൻസിഡന്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ കോളേജ് ടൈമിലുള്ള കുറെ കാര്യങ്ങൾ, അതൊക്കെയാണ് ആ സിനിമയിൽ വന്നു പോണത്. നല്ലൊരു എന്റർടൈനിങ് ആയിരുന്നു, നല്ല അത്യാവശ്യം കോമഡിയൊക്കെ വർക്കൗട്ടായി, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. പിന്നെ ഒരു ഇതുണ്ട്, ഗസ്റ്റ് റോൾ ഉണ്ട്. അത് ആക്ച്വലി എല്ലാവരും ഏകദേശം അറിയാൻ തോന്നുന്നു, എന്നാലും ഞാൻ പറയുന്നില്ല. ഒരു ഡെന്നിച്ചൻ എന്ന് പറഞ്ഞൊരു ഗസ്റ്റ് റോൾ ഉണ്ട്. മാൻ, ആ ഗസ്റ്റ് റോൾ കൊണ്ടുവച്ച് ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല പോയത്. സോ നല്ല കിടിലം. ആ മനുഷ്യനൊക്കെ സീരിയസ്ലി നമ്മൾ ഇത് വേറൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അതായത് നമ്മൾ പണ്ട് ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഗസ്റ്റ് റോൾ വരുമ്പം എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, ആ സെയിം പരിപാടി ഇപ്പം ഈ ഗസ്റ്റ് റോളും പിന്നെ വേറെ പല ഗസ്റ്റ് റോൾസും പല ഗസ്റ്റ് റോൾസും അവരെക്കാട്ടി നന്നായിട്ട് വരുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ അതിൽ ആൾക്കാരെ പേര് പറയാത്തതെന്ന് വെച്ചാൽ അതിന്റെ ഒരു സ്പോയിലർ ആയിപ്പോകും. പിന്നെ ഉള്ളത് ഇതില് ബേസിലിന്റെ ചേട്ടനായിട്ടൊരു പുള്ളിക്കാരുണ്ട്, വിഷ്ണു അഗസ്ത്യ എന്ന് പറഞ്ഞ മാൻ. എനിക്ക് ആ മനുഷ്യന്റെ അഭിനയം പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പണ്ട് പുള്ളിക്കാരൻ മറ്റേ കരിക്കില് ഇൻസോമിന നൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സീരീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആലോചിച്ചോണ്ട് ഓക്കെ, ഈ പുള്ളിക്കാരൻ എന്നെങ്കിലും സിനിമയിൽ എവിടെയെങ്കിലും കാണുമെന്നുള്ളത്. പക്ഷെ അതിനുശേഷം ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ RDX വില്ലനായിട്ടും, പിന്നെ നമ്മുടെ റൈഫിൾ ക്ലബിലും, പിന്നെ വേറെ ഏതൊരു പടത്തിലുണ്ട്. പക്ഷെ അത് മൂന്നും വേറൊരു പെർഫോമൻസാണ്. പക്ഷെ ഇൻസോമിന നൈറ്റ്സിലുണ്ടായിരുന്ന ഏകദേശം സെയിം പെർഫോമൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. നല്ല കിടിലായിട്ട്, നല്ല വെടുപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. വിഷ്ണു അഗസ്ത്യ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ്. ഞാൻ പുള്ളിക്കാരനെ ഫോളോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയിലൊക്കെ. നല്ല അത്യാവശ്യം കിടില മനസ്സിനാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഹീറോയിൻ, ബാക്കി
കാര്യങ്ങൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സീരിയസ്ലി ഞാൻ മറന്നുപോയി അങ്ങനെയല്ല, ഈ റിവ്യൂ ചെയ്യുന്ന എങ്ങനെയെന്നൊക്കെ മറന്നുപോയി കുറെ നാൾ ഈ വീഡിയോ ചെയ്യാതിരുന്നു. ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മൂവിയാണ്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ കാണാൻ പറ്റുന്നവർ മാക്സിമം പോയി കാണാൻ ശ്രമിക്കുക. ഇപ്പൊ കുറെ പേര് സ്പോയിൽ ചെയ്യണുണ്ട്. നിങ്ങൾ ഈ ഓക്കെ, ഞാൻ ഇത് വേറൊരു കാര്യം പറയാം. കുറെ പേര് ഇപ്പം യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഈ സിനിമയുടെ ഓരോ സീൻസും ഈ ഗസ്റ്റ് റോളും ഇതൊക്കെ എടുത്ത് വീഡിയോ ഇടുന്നുണ്ട്. ഇത് അങ്ങനത്തെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് അത് ചെയ്യില്ല. അത് സിനിമേനെ സ്പോയിൽ ചെയ്യും. ആ സിനിമയെ നന്നായിട്ട് സ്പോയിൽ ചെയ്യും. ഞാൻ ഒരു സിനിമ കാണണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, പേര് പറയണില്ല, ആ സിനിമ കാണണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നേ. പക്ഷേ അതിൻ്റെ കുറേ ഭാഗങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റയിലും മറ്റേ യൂട്യൂബിലും അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കുറേ കിടന്ന് കറങ്ങി ഞാൻ അത് കുറേയൊക്കെ അറിയാതൊക്കെ ഇരുന്ന് കണ്ടുപോയി. അത് ഇനി ആ സിനിമ കണ്ടാലും എനിക്ക് ഒരു തൃപ്തി വരില്ല. അതുകൊണ്ട് ഞാൻ ആ സിനിമ കാണാൻ പോയില്ല. പ്ലീസ് അതുകൊണ്ട് സ്പോയിൽ ചെയ്യിക്കരുത്. നിങ്ങൾ അറിയാം, നിങ്ങൾ സിനിമ ചില ഒരു സിനിമ കാണാൻ പോയിട്ട് അതിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ സിനിമയുടെ പേര് മാത്രം ഇടണം. അല്ലാതെ അതിൻ്റെ അകത്തുള്ള സീൻസ്, ഈ അല്ലാത്ത കുറേ സീൻസ് ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ഇടരുത്. കട്ടയ്ക്ക് സ്പോയിലാവേണം. ഇപ്പൊ ഈ ഇടയായിട്ട് കുറേ ഉണ്ട് അതിപ്പം സിനിമ. മറ്റേ അതിനിടയിൽ കുറച്ച് പറയാന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു തിയേറ്റർ കോളേജ് വൈബ് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെടും. കണ്ടു ഗൈസ്, അത്രേ പറയാവുള്ളൂ. ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. ബൈ ബൈ.